നിന്റെ ഭാര്യയെ ഈ നശിച്ച നാണം കെട്ടവളല്ല. നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാ. മോക്കിനി ഏത് കഥയാ വേണ്ടത്? കഥയൊന്നും വേണ്ട ശാരദാമ്മേ. ആമയുടെയും മുയലിന്റെയും കഥയൊന്നും അല്ല, ഇതേ വേറൊരു പുതിയ കഥയാ. ഒരു കഥയും വേണ്ട ശാരദാമ്മേ. ശാരദേ, മൃഗങ്ങളുടെ അല്ല മനുഷ്യരുടെ കഥ പറഞ്ഞു കൊടുക്കും മോക്ക്. ഗാന്ധർവം കഴിഞ്ഞ് മുദ്രമോതിരമായിട്ട് ഭർത്താവിനെ അന്വേഷിച്ചു പോയ ശകുന്തളയുടെ കഥ പറഞ്ഞു കൊടുക്ക്. എല്ലാ കാലത്തും അതിന് പ്രസക്തിയുണ്ട്. മോളെ, നീ ഉറങ്ങാൻ നോക്ക്. സമയം രാത്രി 10 കഴിഞ്ഞു. രാവിലെ എന്നിട്ട് സ്കൂളിൽ പോണ്ടേ നിനക്ക്? ഉറക്കം വരുന്നില്ല ശാരദാമ്മേ. ഈ പെങ്കൊച്ചിനെ ഉറക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? സമയത്ത് ഉറക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ വേണമെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അവളാണെങ്കി ഇപ്പൊ എന്തെങ്കിലും കൊത്തിപ്പറക്കുന്നത് പോലെ കഴിച്ചാലായി. എപ്പോ ചോദിച്ചാലും വിശപ്പില്ലെന്നാ പറയുന്നത്. അവളുടെ ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം മുക്കാലും ബാക്കി വെക്കുകയെന്ന്. നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചാലല്ലേ കഷായം മരുന്നും ഒക്കെ കൊടുക്കാൻ പറ്റൂ. സമയത്ത് ഭക്ഷണം, വിശ്രമം, ഉറക്കം ഇതൊക്കെ ഇല്ലാതായ എന്താ ഉണ്ടാവുകയെന്ന് വൈദ്യര് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫിറ്റ്സ് വീണ്ടും വരും. ഇനി ഒരു തവണ കൂടി ഉണ്ടായാൽ പിന്നെ പിടിച്ചാ കിട്ടാതെ വരും. പിന്നെ ജീവിതകാലം മുഴുവൻ. ഗോപാലേട്ടാ, ശാരദേ, ഇവൾക്കുള്ള മരുന്ന് കഥയും കിന്നാരമൊന്നുമല്ല, ഇവളുടെ അമ്മയാ. മുമ്പിവക്ക് അച്ഛനെ ഇല്ലാതിരുന്നുള്ളൂ. അമ്മയ്ക്കൊപ്പം കിടന്ന് ഇവള് കണ്ണടച്ചിരുന്നപ്പോ അച്ഛനൊരു സ്വപ്നമായിട്ട് ഇവൾക്ക് അടുത്ത് വരുമായിരുന്നു. അമ്മ പോയപ്പോ ആ സ്വപ്നം കൂടി ഇവളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയല്ലോ ശാരദേ. കുട്ടികൾക്ക് നമ്മളെക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അവരുടെ മനസ്സിൽ കള്ളങ്ങളില്ലാത്തതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ദൈവം മുൻകൂട്ടി കാണിച്ചു കൊടുക്കും.